ഹായ് വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. CBSE 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അഗ്രികൾച്ചർ. ഈ അധ്യായത്തിൽ നമ്മൾ 3 നോൺ ഫുഡ് ക്രോപ്സിനെ കുറിച്ച്, 3 ഭക്ഷ്യേതര വിളകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. വിശദമായ ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് സോഷ്യൽ സയൻസ് പാഠശാലയുടെ ഫ്രീ ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. സെപ്റ്റംബർ 2ാം വാരമാണ് നമ്മുടെ ഫ്രീ ഓറിയന്റേഷൻ പ്രോഗ്രാം ആരംഭിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും 5:30 മുതൽ 6:30 വരെ ആയിരിക്കും ക്ലാസ്സുകൾ. ഈ ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് വരുവാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു, പഴയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. കൂടാതെ വസ്തുതകളെ ഓർത്തു വയ്ക്കുവാനുള്ള മെമ്മറി കോഡുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. റബ്ബർ, കോട്ടൺ, ജൂട്ട് എന്നീ 3 ഭക്ഷ്യേതര വിളകളെ കുറിച്ച്, നോൺ ഫുഡ് ക്രോപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ കോട്ടണും ജൂട്ടും ഖാരിഫ് ക്രോപ്സ് ആണ്. കോട്ടന്റെ വളർച്ചയ്ക്ക് 50 മുതൽ 100 സെന്റിമീറ്റർ വരെ മഴ റെയിൻഫാൾ ആവശ്യമാണ്. ജൂട്ടിനാകട്ടെ 150 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ആവശ്യമാണ്. റബ്ബർ എന്നത് ഒരു പെരിനിയൽ ക്രോപ്പാണ് എന്ന് പറയാം. 6-7 വർഷത്തിനുള്ളിൽ റബ്ബർ തൈകൾ പൂർണ്ണ വളർച്ച നേടുകയും പിന്നീട് 10-25 കൊല്ലം അതിൽ നിന്ന് റബ്ബർ ഉൽപാദനം നടക്കുകയും ചെയ്യും. ഇനി ഈ 3 വിളകൾക്കും ആവശ്യമായ മണ്ണിനം ഏതാണെന്ന് പരിശോധിക്കാം. റബ്ബർ വളരുന്നത് ലാറ്ററൈറ്റ് സോയിലിലും അലൂവിയൽ സോയിലിലുമൊക്കെയാണ്. ജൂട്ടിനും ആവശ്യം അലൂവിയൽ സോയിലാണ്. എന്നാൽ കോട്ടൺ ആകട്ടെ ബ്ലാക്ക് സോയിലാണ് ഏറ്റവും അത്യുത്തമം. ബ്ലാക്ക് സോയിലിന്റെ മറ്റൊരു പേര് തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നാണ്. ഇനി ഈ 3 ക്രോപ്പും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള രാജ്യം ഏതാണെന്ന് പരിശോധിക്കാം. റബ്ബർ ഉൽപാദനത്തിൽ 1ാം സ്ഥാനം തായ്ലാന്റിനാണ്. കോട്ടൺ ഉൽപാദനത്തിൽ ചൈനയും ജൂട്ട് ഉൽപാദനത്തിൽ ഇന്ത്യയുമാണ് മുന്നിലുള്ള രാജ്യങ്ങൾ. ഇനി ഇവ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. റബ്ബർ ഉൽപാദനത്തിൽ 1ാം സ്ഥാനം കേരളത്തിനാണ്. കേരളത്തെ കൂടാതെ തമിഴ്നാട്, കർണാടക, ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ, മേഘാലയയിലെ ഗാരോ കുന്നുകൾ എന്നിവിടങ്ങളിലും റബ്ബർ ഉൽപാദനമുണ്ട്. കോട്ടൺ ഉൽപാദനത്തിൽ 1ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ കൂടി ഓർത്തു വയ്ക്കുക. ജൂട്ട് ഉൽപാദനത്തിൽ 1ാം സ്ഥാനം വെസ്റ്റ് ബംഗാളിനാണ്. ബീഹാർ, ആസാം, ഒഡീഷ, മേഘാലയ എന്നിവയിലും ജൂട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.